ഹായ് മക്കളെ, ഷമീം സാറാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പരിചയപ്പെട്ടത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശരാശരി എന്താണെന്ന് പരിചയപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്ലാസ്സിൽ ശരാശരി എന്നുള്ള നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച് ഏവറേജ് എന്നുള്ള നമ്മുടെ പാഠത്തിൽ നിന്ന് ചോദിച്ച ചില ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ? ഇത് എക്സാമിന് ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പരിചയപ്പെട്ടിട്ട് എക്സാമിന് പോയാൽ എക്സാം സിമ്പിൾ ആയിരിക്കും അല്ലേ? ഇതേപോലത്തെ ചോദ്യങ്ങളൊക്കെ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തുകൊണ്ട് പരിചയപ്പെട്ടാലേ. അപ്പോൾ നമുക്കിത് പരിചയപ്പെടാം കേട്ടോ. ഇവിടെ തന്ന ചോദ്യം എന്താ? The table given below shows the price of mangoes sold by a vendor from Monday to Friday. എന്താ പറഞ്ഞത്? മൺഡേ മുതൽ ഫ്രൈഡേ വരെ ഒരു കച്ചവടക്കാരൻ മാങ്ങ വിറ്റ വിലയാണ് താഴെ തന്നിട്ടുള്ളത്. മൺഡേ അയാൾ 650 രൂപക്ക് മാങ്ങകൾ വിറ്റു. ട്യൂസ്ഡേ 700 രൂപക്കുള്ള മാങ്ങകൾ വിറ്റു. അങ്ങനെ ഫ്രൈഡേ വരെ അയാൾ മാങ്ങകൾ വിറ്റതിന്റെ പ്രൈസ് ആണ് അവിടെ തന്നിട്ടുള്ളത്. എല്ലാവരും അത് കണ്ടോ? നമ്മളോട് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്? ചോദ്യം എന്താ? ഫൈൻഡ് ദി ടോട്ടൽ പ്രൈസ് ഓഫ് മാംഗോ സോൾഡ്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? ടോട്ടൽ കണ്ടുപിടിക്കാൻ അല്ലേ? എന്തിന്റെ ടോട്ടലാ? പ്രൈസ് ഓഫ് മാംഗോസിന്റെ. സിമ്പിളായിട്ട് കണ്ടുപിടിച്ചൂടെ? നമ്മൾ എങ്ങനെ ടോട്ടൽ കണ്ടുപിടിക്കുക? ആകെ തുക കണ്ടുപിടിക്കാൻ, ടോട്ടൽ കണ്ടുപിടിക്കാൻ തന്നതൊക്കെ കൂട്ടിയാൽ മതി അല്ലേ? അപ്പൊ പ്രൈസ് ഓഫ് മാംഗോസിന്റെ ടോട്ടൽ എന്താ? തന്ന പ്രൈസ് ഓഫ് മാംഗോസ് ഒക്കെ കൂട്ടണം. ഇതപ്പൊ മാഷ് കൂട്ടട്ടെ. ഞാൻ അവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് എത്ര ഉത്തരം കിട്ടിയത്? 3300 ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയാലോ? ബി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? വാട്ട് ഈസ് ദി ഏവറേജ്? നമ്മൾ പാഠത്തിലോട്ട് കടന്നു. എന്താണ് ഏവറേജ്? എന്തിന്റെ ഏവറേജാ? പ്രൈസ് ഓഫ് മാംഗോസിന്റെ ഏവറേജ്. പ്രൈസ് ഓഫ് മാംഗോസ് സോൾഡ് പെർ ഡേ. എന്താണ്? അയാൾ വിറ്റ മാങ്ങകളുടെ ഏവറേജ് ആണ്. മാങ്ങകളുടെ പ്രൈസിന്റെ ഏവറേജ്. പ്രൈസിന്റെ ഏവറേജ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? മാങ്ങകളുടെ പ്രൈസിന്റെ ഏവറേജ് ആണെങ്കിൽ മാങ്ങകളുടെ പ്രൈസിന്റെ ടോട്ടൽ എടുക്കണം. അതിനെ ഇവിടെ എന്താണ്? പെർ ഡേ എന്നല്ല ചോദിച്ചത്. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ? നമുക്കറിയാം ടോട്ടൽ എന്താ? നമുക്കറിയാം ടോട്ടൽ 3300. അപ്പൊ ഏവറേജ് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ആണ് ഇവിടെ അല്ലെ? ടോട്ടൽ എത്ര? 3300. നമ്പർ ഓഫ് ഡേയ്സ് എത്ര? നമുക്ക് നോക്കാം. 1 2 3 4 5. മൺഡേ മുതൽ ഫ്രൈഡേ വരെ 5 ദിവസങ്ങളല്ലേ ഉള്ളത്. അപ്പൊ 3300നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ഉത്തരം കിട്ടുക? 660 കിട്ടും. എല്ലാം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയില്ലേ? ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി എത്ര കിട്ടും? 660 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. സി എന്താ ചോദിച്ചത്? In which days the total price of mangoes is greater than the average? എന്താ ചോദിച്ചത്? ഏത് ദിവസമാണ് നമ്മളെ ആവറേജിനേക്കാൾ കൂടുതൽ മാങ്ങയുടെ പ്രൈസ് ഉള്ളത്? ഏതൊക്കെ ദിവസങ്ങളാ? ആവറേജ് എത്ര? 660. അപ്പൊ 660നേക്കാൾ കൂടുതൽ ഏതൊക്കെ ദിവസങ്ങളിലാ? നമ്മൾ 680 660 കൂടുതലാണോ? ആണ് അല്ലെ? ഇപ്പം മൺഡേ ഏവറേജിനേക്കാൾ കൂടുതലാണ്. ഇനി ട്യൂസ്ഡേത്തെ നോക്കാം. ട്യൂസ്ഡേ എത്ര? 700. അപ്പൊ ട്യൂസ്ഡേ എന്താ? 700 660നേക്കാൾ കൂടുതലാണല്ലേ? 700 616 കൂടുതലാണ്. അപ്പൊ നമുക്ക് പറയാം ട്യൂസ്ഡേയും ഏവറേജിനേക്കാൾ ഗ്രേറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വെനസ്ഡേയോ? 640 660നേക്കാൾ മുകളിലാണോ? 660നേക്കാൾ കൂടുതലാണോ? അല്ല അല്ലേ? അപ്പൊ വെനസ്ഡേ ഏവറേജിനേക്കാൾ ഗ്രേറ്റർ അല്ല. അപ്പൊ തേഴ്സ്ഡേയോ? തേഴ്സ്ഡേ 601നേക്കാൾ കൂടുതലാണോ? ചിലർക്ക് കൺഫ്യൂഷൻ വരില്ലേ? കൺഫ്യൂഷൻ വരേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. കാരണം എന്താ? 660 തന്നെയാണല്ലേ? അപ്പൊ ഗ്രേറ്റർ ആണോ? 660നേക്കാൾ കൂടുതലാണോ? അല്ല, ഈക്വൽ ആണ്. നമ്മളോട് കൂടുതൽ ഏതൊക്കെ ദിവസങ്ങളിലല്ലേ ചോദിച്ചത്? അപ്പൊ നമ്മൾ തേഴ്സ്ഡേയും എടുക്കേണ്ട ആവശ്യമില്ല. ഫ്രൈഡേയോ? ഫ്രൈഡേ 620. അതും 660നേക്കാൾ കുറവാണല്ലേ? അപ്പൊ ഏതൊക്കെ ദിവസങ്ങളിലാ? മൺഡേയും ട്യൂസ്ഡേയും അല്ലെ? മൺഡേയും ട്യൂസ്ഡേയും ആണ് 660നേക്കാൾ കൂടുതൽ. അപ്പൊ നമുക്ക് എന്ത് പറയാം? സി മൺഡേ അതേപോലെ ട്യൂസ്ഡേ. സിമ്പിളായിട്ട് നമ്മൾ സി ക്വസ്റ്റ്യൻ ആൻസറും കണ്ടെത്തില്ലേ? ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യം എന്താ? ഇഫ് ദി പ്രൈസസ് ആർ റിട്ടൺ ഇൻ അസെൻഡിങ് ഓർഡർ വിച്ച് ഈസ് ദി മിഡിൽ നമ്പർ. എന്താ പറഞ്ഞത്? നമ്മൾ അസെൻഡിങ് ഓർഡറിൽ പ്രൈസുകളൊക്കെ എഴുതുകയാണെങ്കിൽ ഏതായിരിക്കും നടുവിലുള്ളതെന്ന്? ഏതായിരിക്കും അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ എന്താ? ആരോഹണക്രമം എന്ന് വെച്ചാൽ എന്താ? ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പൊ പ്രൈസുകളൊക്കെ നമുക്ക് ആദ്യം ചെറുതിൽ നിന്ന് വലുതിലോട്ടാക്കി എഴുതിയാലോ? ഞാൻ ചെറുതിൽ നിന്ന് വലുതിലോട്ടാക്കി എഴുതാണ്. 620 ഏറ്റവും ചെറുത്
പിന്നെ 640, പിന്നെ 640 തൊട്ട് മുകളിലേതാ 660, പിന്നെ 680, പിന്നെ 700. ഇതേ ഞാൻ ഈ പ്രൈസുകളൊക്കെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നുള്ള ക്രമത്തിൽ എഴുതി. എല്ലാവരും കണ്ടോ? ഇനി ഇതിന് നടുവിലുള്ളത് ഏതാ? നമ്മളോട് മിഡിൽ നമ്പറാണ് ചോദിച്ചത്. ഇതിലുള്ള നടുവിലുള്ള സംഖ്യ ഏതാണെന്ന് ചോദിച്ചത്. ഏതാ നടുവില്? ഇത് 660. 660ന്റെ അപ്പുറത്തും 2 എണ്ണം ഉണ്ട്, ഇപ്പുറത്തും 2 എണ്ണം ഉണ്ട് അല്ലേ? അങ്ങനെ നടുവിലാണ് 660 ഉള്ളത്. മിഡിലുള്ളത് ഏതാ? 660. അപ്പൊ മിഡിലുള്ള നമ്പർ ഏതാ? നമുക്ക് മിഡിലുള്ള നമ്പർ ഏതാന്ന് മാത്രം ചോദിച്ചുകൊണ്ട് 660 എന്ന് എഴുതാ. അപ്പൊ നമ്മൾ സിമ്പിളായിട്ട് ഇതേ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതി. ഇതേപോലെ കുറേ ചോദ്യങ്ങൾ ചോദിക്കട്ടെ ആവറേജ് എന്നുള്ള പാഠത്തുനിന്ന്, അതൊക്കെ നമുക്ക് ചെയ്ത് പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഇനി ഈ ചാനലിലോട്ട് വരണം. അപ്പോൾ ഇനി ചാനൽ കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഈ വീഡിയോ ലൈക്ക് അടിക്കാൻ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.